ടണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. കടുവത്തോലും നഖങ്ങളും പല്ലുകളും വിൽക്കാൻ ശ്രമിച്ച 7-അംഗ സംഘം വനം വകുപ്പിന്റെ പിടിയിൽ. എരുവട്ടി, ചെറുവാഞ്ചേരി, കല്ലിക്കണ്ടി, മാങ്ങാട്, മലാൽ സ്വദേശികളാണ് പിടിയിലായത്. 2 വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ നിന്ന് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് ഇവയെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കണ്ണൂർ DFO എസ് വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കണ്ണൂർ ഫോറസ്റ്റ് വിജിലൻസ് വിഭാഗവും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. വനം വകുപ്പ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കതിരൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. ആദ്യം കതിരൂരിൽ വെച്ച് എരുവട്ടി സ്വദേശി N അശ്വിൻ, ചെറുവാഞ്ചേരി സ്വദേശികളായ PM സന്തീഷ്, C ബാലൻ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ നിന്നും കടുവയുടെ തോലും പല്ലുകളും നഖങ്ങളും പിടിച്ചെടുത്തു. ഇവ കടത്താൻ ഉപയോഗിച്ച KL 58 AD 1766 നമ്പർ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബാക്കിയുള്ള പ്രതികൾ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്ന കല്ലിക്കണ്ടി സ്വദേശി K ശരത്ത്, മാങ്ങാട് സ്വദേശി രജീഷ് കടച്ചി, ചെറുവാഞ്ചേരിയിൽ നിന്നും VK വിതുൽ, മലാൽ സ്വദേശി TB രഗിൽ എന്നിവരെയും അന്വേഷണ സംഘം പിടികൂടി. ഇതേക്കുറിച്ച് കൊട്ടിയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ടി നിതിൻ രാജ്. തലശ്ശേരി ഭാഗത്ത് വെച്ച് ഒരു കടുവത്തോലും അതുപോലെ പല്ലും നഖങ്ങളും അതിൻ്റെ ഒരു വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം നമുക്ക് ഫോറസ്റ്റ് ഇൻ്റലിജൻസ് വഴി നമ്മുടെ കണ്ണൂർ DFOക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ DFOയുടെ നിർദ്ദേശാനുസരണം നമ്മുടെ കൊട്ടിയൂർ റേഞ്ച് സ്റ്റാഫും അതുപോലെ കണ്ണൂർ വിജിലൻസിൻ്റെ സ്ക്വാഡും കൂടി അവരുടെ സ്റ്റാഫ് എല്ലാവരും കൂടി നമ്മൾ കതിരൂർ ഭാഗത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ഇത്തരത്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ 3 പ്രതികളെ, ഒരു എരുവട്ടി സ്വദേശിയായിട്ടൊരു അശ്വിൻ, അതുപോലെ സന്തീഷ്, അതുപോലെ ബാലൻ, 3 പ്രതികളെ സ്പോട്ടിൽ വെച്ച് നമ്മൾ പിടികൂടുണ്ടായി. അവിടെ നിന്നുള്ള കടുവത്തോലും അതുപോലെ നഖങ്ങളും പല്ലുകളൊക്കെ നമ്മൾ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ അവിടെ നിന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളുടെ വിവരം കൂടി നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളിലേക്ക് നമ്മൾ എത്തുകയാണുണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ മറ്റ് 4 പ്രതികളെയും നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. അതിൽ മറ്റ് 4 പ്രതികളിൽ നിന്ന് ഒരു രജീഷ്, മാങ്ങാട്ടുള്ള ഒരു രജീഷ്, പിന്നെ ഒരു ശരത്ത്, കല്ലിക്കണ്ടിയുള്ള ഒരു ശരത്ത്, പിന്നെ ഒരാളുണ്ടായത് ഒരു വിതുൽ, അക്കോശ് എന്ന് വിളിക്കുന്ന ഒരു വിതുൽ, പിന്നെ ഒരു രഗിൽ, പോച്ചു എന്ന് വിളിക്കുന്ന ഒരു രഗിൽ. ഈ ഇത്രയും പ്രതികളെയാണ് നമ്മൾ ആദ്യത്തെ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് ഇവർ ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂവ് ചെയ്തും ഒരു രാത്രി കൊണ്ട് തന്നെ 4 പേരെയും പിടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ വണ്ടി ഈ ഒരു ഇന്നോവയിലാണ്, ശരത്തിൻ്റെ ഒരു ഇന്നോവയിലാണ് സാധനം കണ്ണൂരിലേക്ക് എത്തുന്നത്. ആ വാഹനവും നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ അശ്വിൻ്റെ ഒരു സ്കൂട്ടിയും കൊണ്ടുവന്ന അശ്വിൻ്റെ സ്കൂട്ടിയും നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കർണാടകയിൽ നിന്നും വിൽപ്പനക്കായി എത്തിച്ചതാണ് ഇവയെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കടുവത്തോൽ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ഉപയോഗിച്ച KL 58C 0996 നമ്പർ ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു. ഫ്ലൈയിങ് സ്ക്വാഡ് DFO A ഷജിന, ആർളം വൈൽഡ് ലൈഫ് വാർഡൻ B രതീശൻ, കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് റേഞ്ചുകളിലെയും ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെയും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.